ഈശ്വര, മാനം പോയി. അതെ, എവിടെ പോന്ന്? അവിടെ നിക്ക്. കമലൻ ചേട്ടനെ, എനിക്കൊന്ന് ലവ് ലെറ്റർ ഇത്. ഇതില് കുറെ വാഗ്ദാനങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാനിത് വായിക്കാം. ചതിക്കില്ലേ, പ്ലീസ് പ്ലീസ്. കമലേട്ടന് മനസ്സിലുള്ളത് ഇവരും കൂടി അറിയട്ടെന്നേ. ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തെന്ന് ഇവര് പറയില്ലല്ലോ. എത്രയും സ്നേഹം നിറഞ്ഞ എന്റെ സുന്ദരി പെണ്ണിന്. ആദ്യമൊക്കെ അങ്ങനെയല്ലേ വിളിക്കൂ. ബാക്കി വായിക്ക്. മുംതാസിനെ സ്നേഹിച്ച ഷാജഹാനെ പോലെ, ശകുന്തളയെ സ്നേഹിച്ച ദുഷ്യന്തനെ പോലെ. അല്ല, ഈ പാർട്ടിയല്ലേ ശകുന്തളയെ പിന്നീട് ഉപേക്ഷിച്ചിട്ട് പോയത്? അവര് ഡിവോഴ്സ് ആയതാ, ഞാനത് ഓർത്തില്ല. അയ്യോ, ഞാൻ ഇപ്പഴാ ഓർത്തത്. എനിക്ക് അത്യാവശ്യം ഹോസ്പിറ്റലിലോട്ടുണ്ട്. ഹലോ, ഞാൻ എന്താ വന്നു. ദേ വന്നു. എന്നാ ഞാൻ പോട്ടെ. അങ്ങനങ്ങ് പോയാലോ. നിക്ക്, ഇനീതി പറഞ്ഞിരിക്കുന്നതൊക്കെ വലിയ വീടും കാറും ഒക്കെ വാങ്ങിക്കുമെന്നാ. ഇതൊക്കെ ഉള്ളതാണോ അതോ നേരം പോക്കിന് എഴുതിയാണോ? വീണ്ടും വിളിക്കുന്നു. അത് ഈ മൂന്നാമത്തെ അറ്റാക്ക് വരാൻ സാധ്യതയുള്ള ആളാ, അതാ ഈ വിളിച്ചോണ്ടിരിക്കുന്നേ. എന്നാ ഞാൻ പോട്ടെ. ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയ നമ്മളൊക്കെ എന്ത് ചെയ്യാനാ? എന്നാലിത് വേണ്ടായിരുന്നു. മുംതാസിനെ സ്നേഹിച്ച ഷാജഹാനെ പോലെ, ശകുന്തളയെ സ്നേഹിച്ച ദുഷ്യന്തനെ പോലെ നമ്മൾ സ്നേഹിക്കും. ഒരു വലിയ വീട്, കാറ്, അങ്ങനെ വലിയ രീതിയിൽ നമ്മൾ ജീവിക്കും. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. എന്റെ ജീവിതം തന്നെ നിനക്ക് വേണ്ടിയുള്ളതാ. പിന്നെ നമ്മുടെ മക്കൾ, അവർക്ക് വേണ്ടിയാ എന്റെ ഇനിയുള്ള ജീവിതം മുഴുവൻ. എന്നാലും ഇത് കുറച്ച് കടന്ന കൈയായിപ്പോയി. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാ പോരെ, ശരിയാക്കി കൊടുക്കാം.